So here we start our paper Electrodynamics and Plasma Physics. The first module is Time Varying Fields and Maxwell Equations. So we have already discussed the Maxwell Equations in the bridge course. So we have studied the Maxwell Equations. Del dot E is equal to rho by epsilon 0. Del cross E as minus dou B by dou T. Del dot B is equal to 0. And del cross B equal to mu 0 J plus mu 0 epsilon 0 dou E by dou T. സോ പക്ഷെ ഈ മോഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യുന്നത് മാക്സ്വെല്ലിന്റെ കറക്ഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുമ്പുള്ള മുതലാണ്. മാക്സ്വെൽ കറക്ഷൻ നമ്മൾ ഈ ഫസ്റ്റ് പാർട്ടിൽ ഒന്നുകൂടെ റിവ്യൂ ചെയ്യാം. പക്ഷെ ഒരു ഡിഫറൻസ് ഉണ്ട്. നമ്മൾ ബിയുടെയും ഇയുടെയും ടേമിലാണ് എഴുതിയത് ഇവിടെ. ഇപ്പൊ മാറ്ററിലാവുമ്പോൾ ഇത് ഫ്രീ സ്പേസിലാണ്. ഇവിടെ എപ്സിലോൺ 0 ആണ്, മ്യൂ 0. മാറ്ററിലാവുമ്പോൾ ഇക്വേഷൻ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാം. ഈ മാക്സ്വെല്ലിന്റെ കറക്ഷൻ നമ്മൾ ഈ സമയത്ത് ആഡ് ചെയ്യുന്നില്ല, കാരണമെങ്കിൽ ഒന്നും കൂടെ നമ്മൾ അതൊന്ന് റിവ്യൂ ചെയ്യാം. സോ ഒരു മീഡിയത്തിനകത്താവുമ്പോൾ നമുക്കറിയാം എപ്സിലോൺ 0ക്ക് പകരം എപ്സിലോൺ ആയിരിക്കും. സോ ഡെൽ ഡോട്ട് ഇ is equal to rho divided by epsilon. So del dot epsilon can be taken towards left side. So epsilon del dot E is equal to rho. So this epsilon is a constant. Del dot epsilon E equal to rho. Epsilon E എന്ന് പറയുന്നത് നമുക്കറിയാം ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ ആണ്. So we can write del dot D equal to rho. So this is the Maxwell equation inside matter. അപ്പോൾ അതുപോലെ തന്നെ mu 0ക്ക് പകരം mu ആയിരിക്കും. So del cross B is mu J. So taking mu towards left side, we can have del cross B by mu is equal to J. So B by mu is nothing but H. Del cross H is equal to J. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻസ് എന്ന് പറഞ്ഞാൽ del dot D is equal to rho. Del cross E is minus dou B by dou T. Del dot B equal to 0 and del cross H is equal to J. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻസ് നമുക്ക് വേറെ രീതിയിലും ഡിറൈവ് ചെയ്യാം. നമ്മൾ പോളറൈസേഷൻ വെക്ടർ ഒക്കെ വെച്ചിട്ടും ചെയ്യാൻ പറ്റും കേട്ടോ. അതായത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം ഗോസസ് ലോ എന്ന് പറയുന്നത് del dot E is equal to rho by epsilon 0 for free space. അപ്പോൾ ഇവിടുത്തെ ഈ റോ എന്ന് പറയുന്നത് മീഡിയത്തിലാവുമ്പോൾ ഇറ്റ് ഇസ് റോ ഫ്രീ പ്ലസ് റോ ബൗണ്ട്. അങ്ങനെയാവുമ്പോൾ നമുക്ക് ഇതിനൊക്കെ എപ്സിലോൺ 0 ലെഫ്റ്റിലേക്ക് എടുക്കാം. എപ്സിലോൺ 0 ഡെൽ ഡോട്ട് ഇ is equal to rho f plus rho bound. ഈ റോ ബൗണ്ട് നിങ്ങൾ ഡിഗ്രിയിൽ പഠിച്ചിട്ടുണ്ട്. ഇറ്റ് ഇസ് മൈനസ് ഓഫ് del dot p, where p is the polarization vector. So we have taking the divergence towards left side. We have del dot epsilon 0 take it E plus del dot p is equal to rho f. So del dot epsilon 0 E plus p equal to rho f. ഈ എപ്സിലോൺ 0 ഇ പ്ലസ് പി ആണ് നമ്മുടെ ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ എന്ന് പറയാം. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് വെക്ടറിന് രണ്ട് നൊട്ടേഷൻസ് ഉണ്ട്. ഒന്ന് എപ്സിലോൺ ഇ അല്ലെങ്കിൽ എപ്സിലോൺ 0 ഇ പ്ലസ് പി. ഈ ടെക്സ്റ്റിനകത്ത് റോ ആണ് ഫ്രീ ചാർജ് ഡെൻസിറ്റിക്ക് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇറ്റ്സ് ദി ഫ്രീ ചാർജ് ഡെൻസിറ്റി, ഫ്രീ വോളിയം ചാർജ് ഡെൻസിറ്റി. റോ ടോട്ടൽ ആണ് റോയ്ക്ക് ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മുടെ ഇക്വേഷൻ ഡെൽ ഡോട്ട് ഡി ഈക്വൽ ടു റോ കിട്ടും. അതുപോലെ തന്നെ നമുക്ക് ഡെൽ ക്രോസ് ബിയുടെ മ്യൂ 0 ജെ എന്ന് പറയുന്ന ഇക്വേഷനിൽ നമുക്കറിയാം ഡെൽ ക്രോസ് ഡി എസ് മ്യൂ 0 ജെ.
അപ്പോ ഇവിടുന്ന് 1/mu0 del cross D is equal to J. So here J is the total current density, J free plus J bound. ഈ J ബൗണ്ടിന് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് ഡെൽ ക്രോസ് എം എന്നാണ് എഴുതുക. സോ ഡെൽ ക്രോസ് mu0 നമുക്ക് ഇതിനകത്തേക്ക് എടുക്കാം. ഇറ്റ്സ് എ കോൺസ്റ്റന്റ്. സോ B/mu0 is equal to JF plus del cross M. സോ ഈ ഡെൽ ക്രോസ് ഇങ്ങോട്ട് എടുക്കുക, ഒരുമിച്ച് എഴുതാം. ഡെൽ ക്രോസ് B/mu0 മൈനസ് M is equal to JF. ഈ ടെക്സ്റ്റിനകത്ത് നമ്മൾ ഓൾറെഡി പറഞ്ഞു ജെക്ക് ജെ ടോട്ടൽ എന്നാണ്, അതുപോലെ ജെ എഫിന് പകരമാണ് ജെ യൂസ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്കിതിനെ ഡെൽ ക്രോസ്, സോ ദിസ് ഇസ് നത്തിങ് ബട്ട് എച്ച്, ഡെൽ ക്രോസ് എച്ച് ഇസ് ഈക്വൽ ടു ജെ എന്ന് എഴുതാം, വേർ ജെ ഇസ് നത്തിങ് ബട്ട് ദി ഫ്രീ current density. So we can write del dot D equal to rho and del cross H is equal to J. Here rho is the free charge density and J is the free current density. So ഇങ്ങനെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. And we know the other equation as del cross E is equal to minus dou B by dou T and del dot B equal to 0. അപ്പൊ നമ്മൾ mu0യും എപ്സിലോൺ 0യും വരുന്ന ഇക്വേഷൻ നമ്മൾ ഡിയുടെയും എച്ചിന്റെയും ടേമിൽ എഴുതിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതെന്ന് പറയുന്നത് ഡെൽ ക്രോസ് എച്ച് ഇസ് ഈക്വൽ ടു ജെ നോട്ട് ഇൻ അക്കഡൻസ് വിത്ത് ദി ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞാൽ ഡെൽ ഡോട്ട് ജെ പ്ലസ് ഡോ റോ ബൈ ഡോ ടി ഈക്വൽ ടു 0. സോ ദിസ് ഇസ് നത്തിങ് ബട്ട് ദി ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജ്. അപ്പൊ നമ്മൾ ഈ ഇക്വേഷന്റെ ഡെൽ ക്രോസ് എച്ച് ഇസ് ഈക്വൽ ടു ജെ എന്നതിന് ഡൈവേർജൻസ് എടുക്കുക. Taking divergence on both sides, we will get this. So here the LHS should be 0 since the divergence of the curl should be always 0. ഒരു കേൾ ചെയ്യുന്ന ഒരു ക്വാണ്ടിറ്റി കേൾ ചെയ്യാൻ നിങ്ങൾക്ക് അറിയാം, ക്ലോസ്ഡ് ഫ്ലക്സ് എന്ന് വരുന്നത്, അതിനൊരിക്കലും ഒരു ഡൈവേർജൻസ് ഉണ്ടാവില്ല, ഇത് എപ്പോഴും 0 ആയിരിക്കും. പക്ഷേ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി അനുസരിച്ച് ഇത് 0 അല്ല. സോ വി ഹാവ് ടു മോഡിഫൈ ദിസ്. സോ ഇത് 0 കിട്ടണമെങ്കിൽ ഇത് മൈനസ് ഡോ റോ ബൈ ഡോ ടി തന്നെ ടൈം വേരിയിങ് കേസിൽ ഇത് 0 ആവില്ല. സോ ഡെൽ ഡോട്ട് ഡെൽ ക്രോസ് എച്ച് ഇസ് ഈക്വൽ ടു 0 ആയതാണ് റൈറ്റ് സൈഡിൽ എഴുതുന്നത്. ഡെൽ ഡോട്ട് ജെ 0 അല്ല, ഡെൽ ഡോട്ട് ജെ പ്ലസ് ഡോ റോ ബൈ ഡോ ടി. അപ്പൊ നമുക്ക് ഓൾറെഡി അറിയാം ഡെൽ ഡോട്ട് ഡി ഇസ് ഈക്വൽ ടു റോ എന്നതാണ് നമ്മുടെ ഒരു മാക്സ്വെൽ ഇക്വേഷൻ ഇവിടെ വരുന്നത്. സോ വി ഹാവ് del dot del cross H is equal to del dot J plus dou by dou T of del dot D. എല്ലായിടത്തും ഡൈവേർജൻസ് ഉണ്ട്. ഡൈവേർജൻസും അതുപോലെ ഈ ഡോ ബൈ ഡോ ടിയും ഇൻഡിപെൻഡന്റ് ഓപ്പറേറ്റേഴ്സ് ആണ്. നമുക്ക് അതിന്റെ പൊസിഷൻ മാറ്റാൻ പറ്റും. സോ del dot J plus del dot dou D by dou T. So we have del cross H is equal to cancelling divergence on each and every term, J plus dou D by dou T. So this is the Maxwell equation in terms of H. So this equation indicates that a time varying electric field. So D is epsilon E. So the time, so when E is time varying, this is also time varying. So a time varying electric field gives rise to a magnetic field even in the absence of current flow. Even J 0 ആണെങ്കിൽ പോലും if the electric field varies with time, there is a magnetic field. And this term is necessary to make this equation consistent with the equation of continuity. Equation of continuity ആയിട്ട് കൺസിസ്റ്റന്റ് അല്ലെങ്കിൽ del cross H equal to J മാത്രമേ ഉണ്ടാവുള്ളൂ. So this term is added to make this equation consistent with the equation of continuity, or to make this equation consistent with the principle of conservation of charge. So J plus dou D by dou T. So then രണ്ടും ഒരേ ഡയമെൻഷൻ ആയിരിക്കണം. So we can say that dou D by dou T
has got the same dimension of current density. The current density, volume current density, that is current per unit area. So it is having unit ampere per meter square, and therefore dou d by dou t is also having the same unit ampere per meter square. So this term dou d by dou t is called the displacement current density. It has got the same dimension as that of J. So this is the displacement current density. So this term was introduced by Maxwell. So without this displacement current density, the equation, which was the differential form of Ampere's-Circuital theorem, was not consistent with the equation of continuity. So Maxwell introduced this term to make this equation consistent with the equation of continuity. So the introduction of this term in the equation of del cross X was one of the major contributions of Maxwell. So now we have four equations. Del dot D is equal to rho. Del cross E is minus dou B by dou T. Del dot B equal to 0. And del cross H is equal to J plus dou D by dou T. So these equations are called Maxwell equations, and all these equations are consistent with the equation of continuity. So these equations are true for free space as well as for a media. So for free space, we know that D is equal to epsilon 0 E and H is equal to B by mu 0. So rho here is the volume density of free charges. We have already seen that it is the volume density of free charges. Density of free charges. And J here is the volume density of free currents. Free current density, and rho is the free charge density. So J here is composed of two terms. So J is the sum of the convection current density and the conduction current density. So the convection current density is rho u. J is rho times the velocity of charge. So if the distribution moves with a velocity u, then there is a current density, which is charge density multiplied by the velocity. അതുപോലെ തന്നെ conduction current density. So in the presence of an electric field, we can say that there will be a current density sigma E. എന്ന് പറഞ്ഞാൽ ഓംസ് ലോയുടെ അതേ ഇക്വേഷൻ ആണ്. ഓംസ് ലോ നിങ്ങൾക്ക് അറിയാം, V equal to IR ആണ്. I equal to V by R എന്ന് എഴുതാം. രണ്ടിനെ ഏരിയ കൊണ്ട് ഡിവൈഡ് ചെയ്യാം രണ്ട് സൈഡ്. I divided by A is equal to V divided by R into A. അപ്പോ നമുക്കറിയാം I by A എന്ന് പറയുന്നത് J ആണ്. ഇവിടെ R നെ റോ, ഇവിടുത്തെ റോ എന്ന് പറഞ്ഞാല് റെസിസ്റ്റിവിറ്റി റോ ആണ്. റോ ആർ എന്ന് എഴുതാം. റോ ആർ എൽ ബൈ എ എന്ന് എഴുതാം. ഇവിടെ ഒരു ഏരിയ ഉണ്ട്. ഏരിയ ക്യാൻസൽ ചെയ്ത് പോകുന്നത്. അപ്പൊ 1 by റെസിസ്റ്റിവിറ്റി ആണ് സിഗ്മ വരുന്നത്. സോ വി വിൽ ഗെറ്റ് J is equal to sigma into V by L. V by L എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് ആണല്ലേ. അതായത് ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ 1 by 4 pi epsilon 0 Q by R square. R cap എഴുതും. പൊട്ടൻഷ്യൽ 1 by 4 pi epsilon 0 Q by R. So V divided by R ആണ് ഈ വരുന്നത്. ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയമെൻഷൻ ഒക്കെ നിങ്ങൾക്കറിയാം വോൾട്ട് പെർ മീറ്റർ ആണ് പൊട്ടൻഷ്യലിന്റെ വോൾട്ട് ആണെങ്കിൽ. So this is nothing but the electric field, J equal to sigma E. So this is the conduction current density due to the presence of an electric field in a conducting medium. And the convection current density, J equal to rho u, is due to the motion of the charge distribution. So J is equal to rho u plus sigma E, the convection current density plus the conduction current density. So we have written the four Maxwell equations,
And these equations along with the equation of continuity and the Lorentz-Coase equation will give the fundamental equations of electrodynamics. So they form the foundation of electromagnetic theory. So the Lorentz-Coase equation is given by S is equal to Q into E plus V or U cross V. So you suppose U is the velocity, then that is U cross V. So the Maxwell equations together with the equation of continuity and the Lorentz-Coase equation form the foundation of electromagnetic theory. So the 6 equations form the foundation of EM theory. So these equations can be used to explain and predict all the electromagnetic phenomena in the macroscopic world. Microscopic relativistic electrodynamics. So in the macroscopic world, so those equations are sufficient to explain and predict all the electromagnetic phenomena. So we have seen that all the 4 Maxwell equations are consistent with the equation of continuity. But these equations are not all independent. അതായത് എല്ലാ ഇക്വേഷൻസും ഇൻഡിപെൻഡന്റ് അല്ല. We can derive the divergence equations from the Curl equations. So with the help of equation of continuity. അപ്പോൾ അതുകൊണ്ട് ഇത് രണ്ടും നമുക്ക് ഡിറൈവ് ചെയ്യാം. അതുകൊണ്ട് specifying those 2 equations is sufficient because those 2 equations can be derived from the Curl equations. അപ്പോൾ അത് ഒന്ന് നമ്മൾ ചെയ്യും. മറ്റൊരു നിങ്ങൾ അസൈൻമെന്റ് ആയിട്ട് ചെയ്യാം. അതായത് നമ്മൾ ഡെൽ ഡോട്ട് ഡി ഈക്വൽ ടു റോ ചെയ്യാണ്. ഡെൽ ക്രോസ് ഇസ് ഈക്വൽ ടു ജെ പ്ലസ് ഡു ഡി ബൈ ഡു ടി നമ്മൾ ചെയ്യുന്നത്. സോ വി വിൽ ടേക്ക് ദി ഡൈവർജൻസ് ഓൺ ബോത്ത് സൈഡ്സ്. ഡെൽ ഡോട്ട് ബി ഈക്വൽ ടു 0 നമ്മൾ ഇക്വേഷൻ ഡിറൈവ് ചെയ്യും. ഇവിടെ നമ്മൾ സെയിം പ്രൊസീജിയർ ആണ് ചെയ്യുന്നത്. ഇപ്പൊ ഒരു പാർട്ട് മാത്രം നമുക്ക് ചെയ്യാം. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്കറിയാം ഡൈവേർജൻസ് ഓഫ് എക്സുകൾ 0 ആണ്. ഡെൽ ഡോട്ട് ജെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. മൈനസ് ഡോ റോ ബൈ ഡോ ടി. This is del dot dou d by dou t. അപ്പോൾ നമുക്ക് ആദ്യം ടൈം ഡെറിവേറ്റീവ് ഓപ്പറേറ്റർ എഴുതാം. ഇത് രണ്ട് ഇൻഡിപെൻഡന്റ് ഓപ്പറേറ്റർ ആണ്. ഡോ ബൈ ഡോ ടി ഓഫ് ഡെൽ ഡോട്ട് ഡി. രണ്ടിടത്തും ടൈം ഡെറിവേറ്റീവ് ഓപ്പറേറ്റർ ഉണ്ട്. ഡെൽ ഡോട്ട് ഡി ഡോ ബൈ ഡോ ടി ഓഫ് ഡെൽ ഡോട്ട് ഡി മൈനസ് റോ is equal to 0. So del dot d is equal to rho. That's verified. So similarly we can get del dot b equal to 0. From the Curl equation, del cross E is equal to minus dou b by dou t. So നമുക്കറിയാം ഈ മാക്സ്വെൽ ഇക്വേഷനിൽ നമുക്കുള്ള അൺനോൺസ് എന്ന് പറയുന്നത് E, D, B, H. So these are the unknown function. All are vectors. So E has got 3 components and B has got 3 components, B has got 3 components, and H has got 3 components. E has got Ex, Ey, Ez, D has got Dx, Dy, Dz, and B has got Vx, Vy, Vz, and H has got Hx, Hy, Hz. So there are 12 components. So in order to determine the unknowns, we need 12 equations. So 12 equations എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിലുള്ള Curl equations ആണ് മ്യൂച്വലി ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ളത്. ഡെൽ ക്രോസ് ഈസ് മൈനസ് ഡോ ബി ബൈ ഡോ ടി. ഡൈവേർജൻസ് ഇക്വേഷൻസ് നമുക്ക് എഴുതണ്ട, കാരണം ഇതൊന്നും നമുക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റും. ഡെൽ ക്രോസ് ഇസ് ഈക്വൽ ടു ജെ പ്ലസ് ഡോ ഡി ബൈ ഡോ ടി. സോ ഇത് നമ്മൾ 2 ഇക്വേഷൻസേ ഉള്ളെങ്കിൽ ദിസ് ഇസ് എ വെക്ടർ ഇക്വേഷൻ. ഡെൽ ക്രോസ് ഡി എന്ന് പറയുന്നത് ഒരു വെക്ടർ ആണ്. സോ ദിസ് ഇസ് ഇക്വാലന്റ് ടു 3 സ്കേലാർ ഇക്വേഷൻസ്. അപ്പോൾ നമുക്ക് 12 unknowns ഉള്ളതുകൊണ്ട് നമുക്ക് 12 സ്കേലാർ ഇക്വേഷൻസ് ആണ് വേണ്ടത്. ആൻഡ് ദിസ് ഇസ് ഓൾസോ എ വെക്ടർ ഇക്വേഷൻ. ഡൈവർജൻസ് ഇക്വേഷൻ എന്ന് പറയുന്നത് ഒരു സിംഗിൾ ഇക്വേഷൻ ആണ്, കാരണം അതൊരു സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. ബട്ട് Curl equations are vector equations. So this is also 3 scalar equations. And we have 2 relations, d equal to epsilon e and h is equal to b by mu. ഇതും വെക്ടർ ഇക്വേഷൻസ് ആണ്. ഇത് 3 ഇക്വേഷൻ ഇക്വലന്റ് ആണ്, സ്കേലാർ ഇക്വേഷൻ. ആൻഡ് ദീസ് ആർ ഓൾസോ ഇക്വലന്റ് ടു 3 scalar equations. So we have 12 scalar equations. So with the help of this
12 scalar equations, we can find the 12 unknowns. So 12 equations are sufficient to solve the 12 unknowns. Okay, thank you.